ഹായ് കൂട്ടുകാരെ, ഞാനേ ഈ നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ അല്ലെങ്കിൽ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു മസാലക്കറി കേട്ടോ. അപ്പോൾ ദേ ഒരു കഷ്ണം ബീറ്റ്റൂട്ട്, ഒരു കപ്പളങ്ങ, സവാള, ഉരുളൻകിഴങ്ങ്, ഇച്ചിരി ചേമ്പ്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വേണം, പിന്നെ കാന്താരി മുളക് വേണം, പിന്നെ വേണ്ടത് പരിപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് ഇത് വേവിക്കട്ടെ കേട്ടോ. ഉപ്പിടണം, മഞ്ഞൾപ്പൊടി ഇടണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേവിച്ച് കഴിയുമ്പോൾ അടുത്തത് കാണിച്ചു കേട്ടോ. അപ്പോൾ അതേ കാന്താരിമുളക് അരിഞ്ഞത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് അടുപ്പത്ത് വെച്ചു. ഇനി ഒരു 2 സ്റ്റീം അടിക്കട്ടെ കേട്ടോ. നന്നായിട്ട് വെന്ത് സ്റ്റീം അടിക്കണം. ഇതിങ്ങനെ നന്നായിട്ട് വെന്തുടഞ്ഞു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു. ഇനി കടുക് പൊട്ടിക്കുക കേട്ടോ. കടുകും ഉലുവയാണ് ഇതിനകത്തേക്ക് പൊട്ടിക്കേണ്ടത്. എന്നിട്ട് ഇച്ചിരി കറിവേപ്പില ഇടുക, ഇച്ചിരി മസാലക്കൂട്ട് ഇടുക. ഉലുവയുടെ ടേസ്റ്റും കടുകിൻ്റെ ടേസ്റ്റും കറിവേപ്പിലയുടെ ടേസ്റ്റും ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം കൂടെ കൂടുമ്പോൾ പ്രത്യേക മസാല അത് പോട്ടെ കേട്ടോ. അങ്ങനെ മസാലക്കറി വെന്ത് വെള്ളം വറ്റി. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ നല്ല കേട്ടോ. ഇങ്ങനെ ഇഡ്ഡലിക്കൊക്കെ കഴിക്കുന്ന ഒരു കറിയത്. അങ്ങനത്തെ എല്ലാ പച്ചക്കറിയും വരുന്നുണ്ട്, ശരീരത്തിന് നല്ലതാണ്. ഒന്നിൻ്റെ ഒരു ടേസ്റ്റ് മാറി വരില്ല. ഉലുവയും കടുകും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർന്നേക്കണേ, ഇത് പ്രത്യേക ടേസ്റ്റ്. ഓക്കെ.